വിനേഷ് ഫോഗട്ട് വളരെ പരിചിതമുള്ള ഒരു പേര്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തെ ഓർത്ത് ഇന്ത്യ രാജ്യം മുഴുവനും പ്രാർത്ഥിച്ചു കാണും. കാരണം വളരെ പ്രതീക്ഷയോടെ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന അദ്ദേഹം ഫൈനൽ റൗണ്ടിൽ ഡിസ്ക്വാളിഫൈഡ് ആയ വിവരം നമ്മളെല്ലാവരെയും നിരാശപ്പെടുത്തിയ കാര്യമായി മാറി. എന്നാൽ അദ്ദേഹം മത്സരിച്ചത് 50 kg ഭാരമുള്ള ഇനത്തിലാണ്. അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആയതിനു ശേഷം ആ ഫൈനൽ റൗണ്ടിന് വേണ്ടി അദ്ദേഹം എടുത്ത ഒരു എഫേർട്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് ഇടയാകുന്നത്. കാരണം ആ എഫേർട്ടിൽ പറയുന്നത്, ഒന്നാം റൗണ്ട് അദ്ദേഹം പൂർത്തിയാക്കുമ്പോൾ 49.90 kg ആണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ്. സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എത്രയായി മാറിയെന്ന് വെച്ചാൽ 52.7 kg ആയിട്ട് മാറി. എന്നുവെച്ചാൽ 50 ആണ് കറക്റ്റ്, 2 കിലോ 7 ഗ്രാം കൂടി. അടുത്ത ദിവസം ഫൈനലായതുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യം, രാത്രി മുഴുവനും ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ രാത്രി മുഴുവനും വർക്കൗട്ട് ചെയ്തു. അതുമാത്രമല്ല, എന്നിട്ടും ഭാരം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറച്ചു, മുടി വെട്ടി മാറ്റി. ഇത്രയും ചെയ്തിട്ടും പിറ്റേ ദിവസം രാവിലെ ഫൈനലിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 50.1 kg, എന്ന് വെച്ചാൽ 100 ഗ്രാം കൂടി. ആ 100 ഗ്രാമിൻ്റെ അളവിൻ്റെ വ്യത്യാസത്തിലാണ് ആ വ്യക്തി ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ആകാൻ വേണ്ടി, യോഗ്യരാകാൻ വേണ്ടി എത്ര മാത്രം ഹാർഡ് വർക്ക് ചെയ്തു. ശരീരത്തിലെ രക്തത്തെ കുറയ്ക്കുന്നു, ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതെ മുടി വെട്ടിക്കുറച്ച് ഇത്ര മാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടും അദ്ദേഹത്തിന് ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഫൈനലിൽ തോറ്റിരുന്നെങ്കിലും ഇന്ത്യക്കൊരു വെള്ളി മെഡൽ ഉറപ്പായിരുന്നു. അപ്പോൾ അത്ര മാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടും അദ്ദേഹത്തിന് നിരാശയാണ് ഫലമെങ്കിൽ, ഇത് എന്നെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു വാക്യമുണ്ട്. അത് 1 കൊരിന്ത്യർ 10-12 ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. ഇന്ന് പലരും തോന്നലിൻ്റെ പുറത്താണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വൈതലാണ്, ഞാൻ ദൈവവേല ചെയ്യുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്താണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ വാക്യം പറയുന്നത്, അങ്ങനെ തോന്നൽ ഉള്ളവർ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു. എന്ന് വെച്ചാൽ വീഴാനുള്ള എല്ലാ വഴികളും ഉണ്ട്. ബി കെയർഫുൾ എന്നാണ് ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ നാം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈസിയല്ല. ഒരു ഒളിമ്പിക്സ് ഈവൻ്റ് തന്നെ ഇത്ര മാത്രം ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ, നിത്യത ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നാം കടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതം നിസ്സാരമല്ല. അത് നമ്മൾ മറന്നു പോകരുത്. പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 10-12 സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട്, എങ്കിലും സകലത്തിനും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട്, എങ്കിലും സകലവും ആത്മവർദ്ധന വരുത്തുന്നില്ല. അപ്പം എല്ലാറ്റിലും എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ബട്ട് അതൊന്നും എനിക്ക് പ്രയോജനമുള്ളതല്ല, എൻ്റെ ആത്മാവിന് പ്രയോജനമുള്ളതല്ല എന്ന് തിരിച്ചറിയുന്ന പൗലോസ്. ഇന്ന് പലപ്പോഴും
എല്ലാം ലോകപരമായിട്ട് എല്ലാം ജീവിച്ചിട്ട് ഞാൻ ക്രിസ്തു പൈതല, ഞാൻ സ്വർഗത്തിൽ പോകും എന്നുള്ള തോന്നലിൽ ജീവിക്കുന്നവരാണ്. റോമർ 8-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ ആഗ്രഹപ്രകാരം, ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ മക്കളാ എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവും അല്ലെന്ന് ആ വചനം പറയുന്നത്. അപ്പം ഈ വിനേഷ് ഫോഗട്ട് എന്നുള്ള ആ ഒരു വ്യക്തി കാണിച്ചു തരുന്നൊരു വലിയൊരു മാതൃകയുണ്ട്. നാം ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണം, ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ എന്നോ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തീരുന്നില്ല എൻ്റെ ക്രിസ്തീയ ജീവിതം. ഞാൻ ഓരോ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യണം. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ ഇടുങ്ങിയ വാതിൽ കൂടെ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ ലോകത്തുള്ളത് എല്ലാം സമ്പാദിച്ചെടുത്തിട്ട് എല്ലാം സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ കടന്നു പോകും, എൻ്റെ ദൈവ പൈതലായിട്ട് ദൈവസന്നിധിയിൽ എത്തുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പ് തെറ്റാണ് എന്നാണ് ഈ ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്? കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന്. നോക്കിക്കേ, അപ്പം ഒരു നാളും എന്നെ അറിഞ്ഞിട്ടില്ല. ആരെയാണ്? കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തനം ചെയ്തു, കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷെ ഇതിനെ ക്രെഡിറ്റ് ആർക്കാ? എൻ്റെ ജഡത്തിനാണ്. ജഡസ്വഭാവമുള്ളവരാരും സ്വർഗരാജ്യത്തിൽ കിടക്കത്തില്ല. അപ്പം ഞാൻ ഇത്ര പ്രവർത്തിച്ചു, ദൈവത്തിന് വേണ്ടി അത്ഭുത പ്രവർത്തനം, ദൈവത്തിന് വേണ്ടി പ്രവചിച്ചു, എല്ലാം ചെയ്തിട്ടും, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും സ്വർഗത്തിൽ എത്തിപ്പെടുമ്പോൾ ദൈവം പറയുക, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. നാം എത്രമാത്രം കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ട ഒരു ക്രിസ്തീയ ജീവിതമായത്. മറ്റുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ലോകം കാണിച്ചു തരുന്ന വഴി കൂടെ അല്ല പോകേണ്ടത്. ലോകത്തിന് എതിരെ നമ്മൾ നീന്താൻ പഠിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. പൗലോസ് അതാ പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ നേടിയെടുക്കാം, അനുഭവിക്കാം, ബട്ട് അതൊന്നും എൻ്റെ ആത്മീയ വർധനയ്ക്ക് കാരണമാകുന്നില്ല. അപ്പോൾ നമ്മുടെ ആത്മീയ വർധനയ്ക്ക് കാരണമായ ഉള്ളത് മാത്രമേ ഈ ലോകത്ത് നാം എന്ത് ചെയ്യാവുള്ളൂ? നേടിയെടുക്കാവുള്ളൂ. ഓർത്തോണം, ഈ ഒരു വലിയ സംഭവം നമ്മളെ വലുതായിട്ട് ചിന്തിപ്പിക്കേണ്ടതായിട്ട് കാര്യമുണ്ട്. കാരണം നാം പ്രിപ്പറേഷൻ ഇനിയും വേണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഓരോ നിമിഷവും നാം നമ്മളെ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനായിട്ട് നാം നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ, വചനത്തിൻ്റെ അടിസ്ഥാനപ്പെട്ടി നാം ജീവിക്കുമ്പോൾ നാം യോഗ്യതയുള്ളവരായി മാറും. ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ വായിച്ചതുപോലെ നിൽക്കുന്നു എന്ന തോന്നലിൽ തന്നെ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കേണ്ടവരായിട്ട്. തോന്നലല്ല ജീവിക്കേണ്ടത്. ഓരോ ദിവസവും വി ഹാവ് എ കോൺഫിഡൻസ്. എനിക്കൊരു ഉറപ്പുണ്ടാകണം, എൻ്റെ ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ദൈവം എൻ്റെ ജീവിതം കണ്ട് സന്തോഷിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പോടെ വേണം ഞാൻ എന്ത് ചെയ്യാനായിട്ട്? ജീവിക്കാനായിട്ട്.